ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തൊരു കുഞ്ഞു വചനം നമ്മളൊന്ന് വായിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളാണ്. ഐസയ ചാപ്റ്റർ 46 വേഴ്സസ് 3 and 4. ഏശയ്യാ 46, 3-4 വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ച് ഫോളോ ചെയ്യുക. ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. പിന്നെ ഇച്ചിരി സമയം എടുത്തിട്ടൊന്ന് നിർത്തി വായിച്ചു പോകണം കേട്ടോ. നമുക്ക് നമ്മുടെ ടോക്കിൻ്റെ സമയത്തിനൊക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഇത് നിങ്ങളൊന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി സമയം എടുത്തിട്ട്. ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണത്. ഗർഭത്തിലായിരുന്നപ്പോഴും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, നിൻ്റെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ അങ്ങനെ ആയിരിക്കും. നിന്നെ ഞാൻ വഹിച്ചു, ഞാൻ ഇനിയും നിന്നെ കൊണ്ട് നടക്കും. നിന്നെ വഹിക്കും എന്നൊരു വാക്ക് നമ്മൾ കേട്ടില്ലേ. നിന്നെ എടുത്തുകൊണ്ട് ഞാൻ നടന്നോളാം എന്നൊരു വാഗ്ദാനം നൽകുകയാണ്. നമ്മൾ ഇന്ന് ഈ വചനം വായിക്കാൻ വേണ്ടി ചൂസ് ചെയ്തതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരേ സ്മൂത്തായിട്ടൊന്നും അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡൗണായി പോകുന്ന മൊമെൻറ്റുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കയറി വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ഈശോ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് പിടിച്ച് കയറി വരണം. ചിലപ്പോൾ നമ്മൾ ആൾക്കാരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പറയാനുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് കയറി വരണം. ചിലപ്പോൾ ഒരു തകർച്ചയായിരിക്കാം, നിങ്ങളുടെ ഭൗതികമായൊരു തകർച്ച. ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ വന്നു പോയൊരു തകർച്ചയായിരിക്കാം. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വന്നു പോയൊരു ഇടർച്ചയായിരിക്കാം. സ്പിരിച്വൽ ലൈഫിൽ ഇങ്ങനെ പഴയ പോലെ ഒന്നും പ്രാർത്ഥിക്കാനോ വിശുദ്ധിയിൽ ജീവിക്കാനോ ഒന്നും പറ്റുന്നില്ല. പഴയൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല, ഒരു എനർജി കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുമായിരിക്കും. ഒരു സുഖമില്ലാത്തൊരു ജീവിതം, ഒരു റിയാലിറ്റി അല്ലേ. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ദ സെയിം. എല്ലാ സമയവും ലൈഫ് ഒരുപോലെ അല്ല. ഇതിങ്ങനെ മാറി കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നു. നമുക്കറിയാം, ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ ഇതിലെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് കയറി വരണം, ഇതൊന്ന് റെഡിയാക്കണം. പലപ്പോഴും നമുക്ക് പറ്റണില്ലല്ലോ കയറി വരാൻ വേണ്ടിയിട്ട്. എവിടെയാണ് ഈ വചനത്തിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു അഭിഷേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യമായിട്ടും എല്ലാ കുഴികളിൽ നിന്നും ചിലപ്പോൾ നമുക്ക് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓർക്ക് അതിനകത്തുനിന്ന് ഞാൻ കയറി വന്നല്ലോ, നന്നായിട്ട് കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, ഈശോയുടെ അടുത്ത് പോയിരുന്ന് കയറി വന്നല്ലോ. ശരിക്കും കയറി വന്നതല്ല, ഈശോ നമ്മളെ വഹിച്ചതാണ്, ഇന്ന് കയ്യിലെടുത്ത് കൊണ്ട് നടന്നതാണ്. ഇപ്പോൾ ഈ കുഴിക്കകത്ത് നമ്മൾ കയറി വരാൻ വേണ്ടി എത്രയോ കുഴികളിൽപ്പെട്ട്, എത്രയോ സങ്കടങ്ങളിൽപ്പെട്ട്, എത്രയോ നിരാശകളിൽപ്പെട്ട് നമ്മൾ കയറി വരണം എന്ന് ആഗ്രഹിച്ചിട്ട് അതേ കുഴി കടന്ന് നിരങ്ങി പെരണ്ട് ചെളി പറ്റി കിടക്കുകയാണ്. പക്ഷെ ചിലതിനകത്ത് നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, നമ്മൾ കയറി വന്നതല്ല, ഈശോ നമ്മളിങ്ങനെ വഹിക്കുകയാണ്. അതെന്താണെന്നറിയോ? ആ വചനം അവിടെ പറഞ്ഞു തരികയാണ്. ഗർഭത്തിലായിരുന്നപ്പോഴും, അതായത് അമ്മച്ചിയുടെ വയറ്റിലായിരുന്ന സമയത്തും നീ ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഞാൻ ക്യാരി ചെയ്ത, ഞാൻ കൊണ്ട് നടന്ന മോളെ, ഈശോ ഇന്ന് നിങ്ങളോട് അതാ പറയാം. നീ ഇപ്പോൾ ഒരു കുഴിയിലാണ്, നീ കയറി വരണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എത്ര തീരുമാനം എടുത്തിട്ടും പറ്റണില്ല. പുത്തൻ വർഷം പഴയ വർഷം ഒക്കെ ചിന്തിച്ച് നമ്മളെടുത്ത തീരുമാനങ്ങൾ, റെസൊല്യൂഷൻസ് എല്ലാം പൊട്ടിപ്പാളീസായിട്ട് കിടക്കുമ്പോൾ ഈശോ പറയാണ്, നിന്നെക്കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാം, നിനക്ക് കയറി വരാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ വഹിച്ചോളാം, എനിക്കൊരു മാറ്റമില്ലെന്ന്. ഈശോ പറഞ്ഞ ആ വാക്ക് ശ്രദ്ധിച്ച്, എനിക്ക് മാറ്റമില്ല, നീ എൻ്റെ വാക്ക് കേൾക്ക്, എനിക്ക് മാറ്റമില്ലെന്ന്. നിൻ്റെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. നീ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മാത്രമല്ല, നീ ജനിച്ചതിന് ശേഷം മാത്രമല്ല, എനിക്ക് നിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ഈശോ നിങ്ങളെ നോക്കി പറയാണ്. നിൻ്റെ വാർദ്ധക്യം വരെയും ഞാൻ നിൻ്റെ കൂടെ അങ്ങനെ തന്നെ ആയിരിക്കും. നിന്നെ കരുതിയെങ്കിൽ, നിന്നെ എടുത്തുകൊണ്ട് നടന്നെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴും എടുത്തുകൊണ്ട് നടന്നോളാം. നമ്മൾ കുഞ്ഞാവയായിരുന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊക്കെ നമ്മളെ കുറച്ച് നേരമൊക്കെ കൈ പിടിച്ചാണ്. വലുതായപ്പോൾ മുട്ടാളന്മാരായപ്പോൾ നമ്മളെ കയ്യെ പോലും പിടിക്കത്തില്ലല്ലോ. പക്ഷേ ഈശോ എന്താ ചെയ്യണേ? വചനം പറയാണ്, ഞാൻ നിന്നെ വഹിക്കുന്നു, നിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നെ വഹിക്കുന്നു. നിങ്ങൾ ആ കഥ കേട്ടിട്ടില്ലേ? എത്രയോ തവണ കേട്ട കഥയാണ്. റിപ്പറ്റീഷൻ്റെ ഒരു ബോർഡം ഉണ്ടാവും, അത് ഒഴിവാക്കിക്കൊണ്ട് ഇത് കേൾക്കുക. ഒരാളിങ്ങനെ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവിക സാന്നിധ്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇയാളിങ്ങനെ നടന്നു പോകുന്ന വഴികളിലെല്ലാം ഈ രണ്ട് പേർ കാൽപാദങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഈശോയും ഉണ്ട്. അപ്പോൾ ഈശോയുടെ കാലടിപ്പാതകളും കൂടെ ഞാൻ കാണുന്നുണ്ട്. കഥ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ വലിയൊരു പ്രശ്നം വന്ന സമയത്ത് ഇയാളിങ്ങനെ നോക്കുമ്പോൾ ഒരു കാലടിപ്പാദങ്ങൾ, ഒരു പെയർ ഓഫ് ലെഗ്സ് പാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഒരു പെയർ ഓഫ്, അങ്ങനെയാണ് അതിന് പറയുന്നത്. അത് ഒരാളുടെ കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇയാളിങ്ങനെ പരാതിപ്പെട്ട് ഈശോയോട് ഇങ്ങനെ പറയാണ്, നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നറിയാം ഈശോയെ, എപ്പോഴും എൻ്റെ കൂടെ നീ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ സമയത്ത് ഈ കാൽപാദങ്ങൾ ഞാൻ കാണുന്നില്ലല്ലോ, നീ എൻ്റെ അടുത്ത് നിന്ന് അകന്ന് മാറിപ്പോയോ? സങ്കീർത്തനം 22 ചോദിക്കുന്ന പോലെ എന്തേ ഇങ്ങനെ അകന്ന് നിൽക്കുന്നു എന്നൊക്കെ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ മറുപടി പറഞ്ഞത് നമുക്കറിയാമല്ലോ. മോനെ, അപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണുന്നത് എൻ്റെ കാൽപാദമാണ്,
നിൻ്റെ കാൽപാദമാണ് കാണാത്തത്. നിൻ്റെ കാൽപാദം എവിടെ? നിലത്തല്ല. നിനക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത ഈ ഒരു സമയത്ത് നിന്നെ ഞാൻ എൻ്റെ തോളിലെടുത്തുകൊണ്ട് നടക്കുകയാണ്. നിയമാവർത്തന പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് എന്നെ കണ്ടെത്തി, കണ്ണിലെ കൺമണി പോലെ എന്നെ കാത്തു പരിപാലിച്ചു, എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോശ ഇങ്ങനെ ബെഞ്ചമിൻ ഗോത്രത്തെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നുണ്ട്, ബെഞ്ചമിൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, അവൻ കർത്താവിൻ്റെ ചുമലുകൾക്കിടയിൽ വസിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവ് ഇങ്ങനെ തോളയിലെടുത്തുകൊണ്ട് നടക്കണം. നമ്മളെ എല്ലാവരെയും നമ്മളെ അവൻ വഹിക്കുന്നുണ്ട്. ഇപ്പം കടന്നു പോകുന്ന നമുക്ക് വഹിക്കാൻ, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സങ്കടം, വേദന, പ്രതിസന്ധി, ഇരുട്ട്, എന്തു കഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണേലും ഈ കാൽപാദം കാണുന്നില്ലെന്ന് പറയുമ്പോൾ കാണുന്ന കാൽപാദം ശരിക്കും സൂക്ഷിച്ച് നോക്കണം. ആ കാൽപാദത്തിൽ 2 മുറിവുണ്ടാവും, ആണിയടിയേറ്റത്. അത് ഈശോയുടെ കാൽപാദമാണ്. നിന്നെ അവൻ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കൊച്ചേ. ഇല്ലെങ്കിൽ എപ്പോഴേ ഒരു ബലൂണ് കുത്തുകൊണ്ട പോലെ പൊട്ടിപ്പാളിച്ചായി പോകാൻ നമ്മുടെ ജീവിതം. അങ്ങനെ പൊട്ടി തകർന്നു പോകാൻ, പഞ്ചറാവാൻ വേണ്ടിയിട്ട് ഈശോ അനുവദിക്കില്ല. ഈ വചനഭാഗം സമയമെടുത്ത് നല്ലോണം വായിക്കണം. ഏശയ്യാ 46:4-5 വാക്യങ്ങളൊക്കെ, 3-4-5 വാക്യങ്ങളൊക്കെ. യാക്കോബ് ഭവനമേ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. നമ്മുടെ ഭവനത്തോട്, നമ്മുടെ ജോലിയോട്, നമ്മുടെ കരിയറിനോടൊക്കെ, പഠനത്തോടൊക്കെ ഈശോ പറയാണ്, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ താങ്ങിക്കോളാം. ഈ ട്രസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക, ഈശോയിൽ ആശ്രയിക്കുക. ഈശോ എന്നെ താങ്ങുന്നുണ്ടെന്നുള്ള ഒരൊറ്റ ബോധത്തിൽ ശിരസ്സുയർത്തി പിടിച്ച് വിശുദ്ധിയുടെ, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് നടക്കുക. കർത്താവ് കൈവിടത്തില്ല. നിൻ്റെ വാർദ്ധക്യം വരെയും കർത്താവ് നിൻ്റെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈശോയുടെ കൂടെ സൂപ്പർ വിശുദ്ധിയിൽ നമുക്ക് ഈശോയുടെ കൂടെ ജീവിക്കാം. വിശ്വസ്തതയിൽ ഈശോയുടെ മുമ്പിലായിരിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ എന്നും ഒരു കുഞ്ഞു വാവയെ പോലെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈശോയുടെ മുമ്പിലായിരിക്കാം. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ നമുക്ക് പരസ്പരം അനുഗ്രഹിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.